എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 21 നടത്തിയ ഷിഫ്റ്റ് 1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെയും കമ്മ്യൂണിക്കേഷനിലെയും ക്വസ്റ്റ്യൻസ് ആണ്. First question, which of the following research approaches suggests that theory is an outcome of research? തിയറി എന്ന് പറയുന്ന റിസർച്ചിൻ്റെ ഔട്ട്കം ആണ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള റിസർച്ച് അപ്രോച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, ക്രോസ് സെക്ഷണൽ അപ്രോച്ച്. എന്തായിരിക്കും? ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. അതായത് നമ്മൾ ഇവിടെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റയിൽ നിന്ന് തിയറി ബിൽഡ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ചിൽ. ഡിഡക്റ്റീവ് റിസർച്ചിൽ അങ്ങനെ നേരെ തിരിച്ചാൽ തിയറി വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസ്ഡ് ഓൺ വാല്യൂസ് ആണ്. ആ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന അപ്രോച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുടെ അഡോളസൻ, അതായത് കുറേ കുട്ടികളുടെ അഡോളസൻ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം പഠിക്കുന്നതാണ് ക്രോസ് സെക്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. Next question, when the sample has been randomly selected, which among the following may be expected in cross-sectional research design? അതായത് നമ്മൾ ഒരു സാമ്പിൾ റാൻഡംലി സെലക്ട് ചെയ്യുവാണെങ്കിൽ, അതായത് റാൻഡം മെത്തേഡ് ഉപയോഗിച്ചിട്ട് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു ക്രോസ് സെക്ഷണൽ റിസർച്ചിൽ താഴെ കിടത്തിരിക്കുന്ന എന്തായിരിക്കും വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രോങ് എക്സ്റ്റേണൽ വാലിഡിറ്റി, വീക്ക് എക്സ്റ്റേണൽ വാലിഡിറ്റി, വീക്ക് ഇൻറ്റേർണൽ വാലിഡിറ്റി, സ്ട്രോങ് ഇൻറ്റേർണൽ വാലിഡിറ്റി. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. സ്ട്രോങ് എക്സ്റ്റേണൽ വാലിഡിറ്റി, വീക്ക് ഇൻറ്റേർണൽ വാലിഡിറ്റി ആയിരിക്കും വരുന്നത്. സ്ട്രോങ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റഡി നടത്തി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ലഭിക്കുന്ന ഫൈൻഡിങ്സ് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾസിലോട്ട്, സിറ്റുവേഷനിലോട്ട്, സെറ്റിങ്സിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് വഴിയാണ് ഡേറ്റകളൊക്കെ കളക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്ട്രോങ് എക്സ്റ്റേണൽ വാലിഡിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഫൈൻഡിങ്സ് ലാർജ് ഓഡിയൻസിലോട്ട് നമുക്ക് നൽകാനായിട്ട് സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്രോസ് സെക്ഷൻ സ്റ്റഡിയിലെ വീക്ക് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ വേരിയബിൾസ് തമ്മിൽ നല്ലൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം പോയിന്റ് ഇൻ ടൈമിൽ നമ്മൾ എക്സ്പോഷറും ഔട്ട്കമും മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Next question, if you want to understand the theoretical research that led researchers to conduct a study that appeared as a research article in a journal, you would read which of the following sections of the research article? അതായത് നമ്മൾ ആ ഒരു സ്റ്റഡിയിലോട്ട് നമ്മളെ നയിച്ച തിയററ്റിക്കൽ റിസർച്ച് എന്താണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഈ ജേണൽ ഒരു റിസർച്ച് ആർട്ടിക്കിൾ വന്നു. അപ്പോൾ ആ റിസർച്ച് ആർട്ടിക്കിളിൽ നമ്മൾ ആ സ്റ്റഡി നടത്തിയതിന് പിന്നിലുള്ള തിയററ്റിക്കൽ റിസർച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഏത് കാര്യമാണ് വായിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കഷൻ, അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, റിസൾട്ട്സ്. ഏതായിരിക്കും? ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ആ ഡിസ്കഷനിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്കഷൻ മാത്രമാണ് അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അബ്സ്ട്രാക്റ്റിൽ നമ്മൾ ഏതാണ് തിയറി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതെന്തുകൊണ്ട് അതിൻ്റെ റീസൺസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. റിസൾട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇൻട്രൊഡക്ഷനിലാണ് നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു തിയറിറ്റിക്കൽ റീസൺസ് അല്ലെങ്കിൽ ഈ തിയറി നമ്മൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ തന്നെ വായിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റുഡൻസ് ടി ടെസ്റ്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ. അതായത് സ്റ്റുഡൻസിൻ്റെ ടി ടെസ്റ്റ് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പയറിംഗ് ടു ഗ്രൂപ്പ്സ് ടു സീ വെദർ ദെയർ മീൻസ് ഡിഫർ, കമ്പയറിംഗ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ടു സീ വെദർ ദെയർ മീൻസ് ഡിഫർ, ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. അതായത് നമുക്ക് മീൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഗ്രൂപ്പ്സിൻ്റെ റിസൾട്ട്സ് തമ്മിൽ മീൻസ് കമ്പയർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കോറിലേഷൻ നോക്കാൻ, റിഗ്രഷൻ നോക്കാൻ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സ്റ്റുഡൻസ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക്. അതായത് താഴെ കൊടുത്തിരിക്കുന്നത് പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോബിലിറ്റി ഉള്ള എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്, കൺവീനിയൻസ് സാമ്പിളിങ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങുമാണ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ
നമ്മളിപ്പോൾ ഒരു 10 പേരുള്ള ഒരു ഗ്രൂപ്പാണെന്ന് വെച്ചോ, ആ 10 പേരിൽ 10 പേരെയും സെലക്ട് ചെയ്യാനായിട്ട് ഈക്വൽ ചാൻസ്, അത് ലോട്ടറി മെത്തേഡൊക്കെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലാണ് വരുന്നത്. ഇനി സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിലായിട്ട് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫീച്ചർ അനുസരിച്ച് സ്ട്രാറ്റകളായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്, ജെൻഡറോ അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് അങ്ങനെയെങ്കിലും എന്തെങ്കിലും. അതിനുശേഷം നമ്മൾ അവിടെ സിമ്പിൾ റാൻഡം മെത്തേഡിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ചെയിൻ കണക്ക്, അതായത് നമുക്ക് അറിയാവുന്നവരോട് ചോദിച്ച് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കൺവീനിയൻസ് സാമ്പിളിംഗ് പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് ഏതാണോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അവിടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ സ്നോബോൾ സാമ്പിളിങ്ങിനും അതുപോലെ തന്നെ കൺവീനിയൻസ് സാമ്പിളിങ്ങിന് പ്രോബിലിറ്റി വരുന്നില്ല, അതായത് ഈക്വൽ ചാൻസ് അല്ല എല്ലാവർക്കും കിട്ടാനുള്ളത്. സോ നമ്മൾ റിസർച്ചിൽ 5 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ആക്ച്വൽ വേർഡ്സ് റിട്ടൺ ഓർ സ്പീക്കൺ യൂസ്ഡ് ടു ടെൽ എ സ്റ്റോറി ആൻഡ് ഇമേജസ് ഓർ പിക്ചേഴ്സ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ്, അതായത് നമുക്കൊരു ആക്ച്വൽ വേർഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ നമ്മൾ പിക്ചേഴ്സ്, ഇമേജസ്, ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കോഴ്സ്, ഇവൻറ്റ്, ലോ, പെർഫോമൻസ് ഏതായിരിക്കും? ഡിസ്കോഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കോഴ്സിലാണ് വരുന്നത്. ഇവൻറ്റ് എന്ന് പറയുന്ന ആ ഒരു നടക്കുന്ന സംഗതിക്കാണ് ഇവൻറ്റ് എന്ന് പറയുന്നത്. ലോ എന്ന് പറയുന്നത് നിയമം, പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ട് ചെയ്യണം. പക്ഷേ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്കോഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജനറൽ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ ആസ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ്റെ ജനറൽ കോണ്ടെക്സ്റ്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിറ്റുവേഷൻ, പൊസിഷൻ, പ്രാക്സിസ്, കൺവെൻഷൻ ഏതായിരിക്കും? സിറ്റുവേഷനാണ്, അതായത് ആ കോണ്ടെക്സ്റ്റിന് നമ്മൾ പറയുന്ന പേര് ആണ് സിറ്റുവേഷൻ എന്നുള്ളത്. അതായത് ജനറൽ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പ്രാക്സിസ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൾട്ടിഫേസ്ഡ് അപ്രോച്ചാണ്. അതിൻ്റെ സെയിങ്ങും റൈറ്റിങ്ങും ഡൂയിങ്ങും എല്ലാം കൂടി ചേർന്ന ഒരു അപ്രോച്ചിനാണ് നമ്മൾ പ്രാക്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ? മാസ് കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസെൻഷ്യൽ എലമെൻറ്റ്സ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വലിയൊരു മാസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ പ്രിൻറ്റഡ് മീഡിയ ആയിരിക്കുക, അതുപോലെ തന്നെ ടെലിവിഷൻ ആയിരിക്കുക, അത് എന്ത് വേണമെങ്കിലും ആയിരിക്കും. മാസ് ഓഡിയൻസുമായിട്ടാണ് നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഒബ്സർവേഷൻ, ടെക്നോളജിക്കൽ മീഡിയ, ലാർജ് ഓഡിയൻസ്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേറ്റേഴ്സ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ആൻസർ വരുന്നതായിരിക്കും ഓപ്ഷൻ 4 ആണ്. അതായത് അവിടെ ഈ ഇലക്ട്രോണിക് ഒബ്സർവേഷൻ, ഒരു ഇലക്ട്രോണിക് ഉപകരണം വെച്ചിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അവിടെ നടക്കുന്നില്ല, പക്ഷേങ്കിൽ ഒരു ടെക്നോളജിക്കൽ മീഡിയം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാർജ് ഓഡിയൻസുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, അതായത് നമുക്കിപ്പോൾ ഒരു വീഡിയോ ഒരു പത്രത്തിലൊരു ന്യൂസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എഡിറ്റോറിയൽ ഉണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്, സർക്കുലേഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരു സ്ട്രക്ചറലി ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടൊരു ഇതായിട്ടാണ് മാസ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് 4 അതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആർ ദ റെക്ടോറിക്കൽ സ്ട്രക്ചേഴ്സ്? കമ്മ്യൂണിക്കേഷനിലെ റെക്ടോറിക്കൽ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാര, ലാംഗ്വേജ്, ക്ലസ്റ്റേഴ്സ്, ഫോം, ജാനർ, നറേറ്റീവ് ഏതായിരിക്കും? ഓപ്ഷൻ ആണ് വരുന്നത്. അതായത് ക്ലസ്റ്റേഴ്സ്, ഫോം, ജാനർ, നറേറ്റീവ്സ് എന്നിവയ്ക്കാണ് റെക്ടോറിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പാരാ ലാംഗ്വേജ് ഒരു റെക്ടോറിക്കൽ സ്ട്രക്ചർ അല്ല. പാരാ ലാംഗ്വേജ് റെക്ടോറിക്കൽ സ്ട്രക്ചർ അല്ല, അത് ഒരു നോൺ വെർബൽ ആസ്പെക്റ്റ് ഓഫ് എ സ്പീച്ച് ആണ്. അതിൻ്റെ അത് ടൂണ്, പിച്ച്, വോളിയം, പേസ് എന്നിവയെല്ലാമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതായത് ഈ പാരാ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഇമോഷൻസും മീനിങ്ങും അതേ രീതിയിൽ കൺവേ ചെയ്യപ്പെടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കമ്പോണൻസ് ആണ് പാരാ ലാംഗ്വേജിൽ വരുന്നത്. പക്ഷേ ക്ലസ്റ്റർ, ഫോം, ജാനർ, നറേറ്റീവ് എന്നിവയെല്ലാമാണ് റെക്ടോറിക്കൽ സ്ട്രക്ചറിൽ വരുന്നത്. ക്ലസ്റ്റേഴ്സ് വരും, അതുപോലെ തന്നെ ഫോം, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോം, ജാനർ ഏത് ടൈപ്പാണ്, അതുപോലെ തന്നെ നറേറ്റീവ്, അതായത് നമ്മൾ ഒരു സ്റ്റോറി പറയുവാണ് നമ്മുടെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്ടോറിക്കൽ സ്ട്രക്ചറിൽ കയറി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 പാറ്റേൺസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലിസ്റ്റ് 2 സോഷ്യൽ യൂണിറ്റുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ സിറ്റുവേഷൻ, പേഴ്സൺസ് ഇൻവോൾവ്ഡ് ഇൻ ഇൻട്രാക്ഷൻ, മാനർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇനാക്റ്റഡ്, ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പാർട്ടിസിപ്പൻസ്, കീ, ഇൻസ്ട്രുമെൻറ്റാലിറ്റി, സീൻ ഓർ സെറ്റിംഗ്. ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 4 ആണ് വരുന്നത്. അതായത് ഫിസിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്ന സീൻ ഓർ സെറ്റിംഗ്. ഫിസിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ സീൻ, ആ ഒരു സെറ്റിംഗ്, ആ എൻവയോൺമെൻറ്റ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. പേഴ്സൺസ് ഇൻവോൾവ്ഡ് ഇൻ ഇൻട്രാക്ഷൻ, അതായത് പേഴ്സൺസ് ആണ് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പൻസ്.
ലൈക്ക് നമ്മളിപ്പോൾ ഒരു വർത്തമാനം പറയുമ്പോൾ നമ്മളാണ് അതിൻ്റെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി മാനർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇനാക്റ്റഡ് എന്ന് പറയുന്നത് കീ. ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ്. സോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെയും കമ്മ്യൂണിക്കേഷനിലെയും കൂടി 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അനലൈസ് ചെയ്ത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നത്തെ 10 എണ്ണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്